അർജുന് വേണ്ടിയുള്ള തിരച്ചിലിന് സൈന്യം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അപകടം നടന്ന സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും മന്ത്രിമാരും എത്തിയിട്ടുണ്ട്. ഇവർ രക്ഷാപ്രവർത്തനത്തിന്റെ ഇതുവരെയുള്ള ഗതിവേഗം ഉൾപ്പെടെയുള്ളവ വിലയിരുത്തുമെന്നും കർണാടക സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നു. നേരത്തെ ബലേഗാവിൽ നിന്ന് ഉള്ള 40 അംഗ സൈനിക സംഘമാണ് ഈ തെരച്ചിലിന്റെ ഭാഗമായി തെരച്ചിലിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി എത്തിയത്. അവർ ഇപ്പോൾ ഈ തെരച്ചിലിന്റെ നേതൃത്വം ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. രാവിലെ 11 മണിയോടെ സൈന്യം എത്തുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും 3 മണിക്കൂറോളം വൈകിയാണ് എത്തിയത്. ഇപ്പോൾ റഡാറുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സിഗ്നലുകൾ വഴി ആ സിഗ്നലുകൾ ലഭിച്ച സ്ഥലത്ത് മണ്ണ് മാറ്റിയുള്ള പരിശോധന ദ്രുതഗതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ശുഭകരമായ വാർത്തകൾ ലഭിക്കും എന്നുള്ള ഉറച്ച പ്രതീക്ഷയിൽ വളരെ ശക്തമായ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സമീർ പി മുഹമ്മദ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. സമീർ, ഈ റഡാർ വഴി ലഭിച്ച റഡാർ സിഗ്നലുകൾ ലഭിച്ച സ്ഥലങ്ങളിൽ മണ്ണ് മാറ്റിയുള്ള പരിശോധനയാണ് സൈന്യം എത്തുന്ന സമയത്തും വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരുന്നത്. ആ പരിശോധനയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ കൂടി. അപകടം നടന്ന സ്ഥലത്ത് നിന്ന് കൂടുതൽ മണ്ണ് മാറ്റിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസവും റഡാർ പരിശോധനയിൽ സിഗ്നലുകൾ ലഭിച്ചിരുന്നു. പക്ഷേ ദുർബലമായ സിഗ്നലുകളായിരുന്നു. ആ സിഗ്നലുകളിൽ നിന്ന് ലോറിയാണ് എന്നുറപ്പിക്കാൻ കഴിയില്ല എന്ന NIT സംഘാംഗങ്ങൾ മനോരമ ന്യൂസിനോട് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷവും ലഭിച്ച സിഗ്നലുകൾ ലഭിച്ച സ്ഥലത്തെ മണ്ണ് മാറ്റിയുള്ള പരിശോധനയ്ക്കാണ് ഇപ്പോൾ പ്രധാനമായും ഊന്നൽ നൽകിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാവികസേന, ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ, തീരസംരക്ഷണ സേന, അഗ്നിരക്ഷാസേന, പോലീസ് എന്നിവരാണ് പരിശോധന നടത്തിക്കൊണ്ടിരുന്നത്. ആ പരിശോധന നടക്കുന്നതിനിടയിലേക്കാണ് ഇപ്പോൾ സൈന്യവും എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പരിശോധന നടക്കുന്ന ഇനി അങ്ങോട്ടുള്ള നിമിഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ നിർണായകമാണ്. അപകടം നടന്ന സ്ഥലത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാക്കുമെന്ന് നേരത്തെ ISROയും വ്യക്തമാക്കിയിരുന്നു. ISRO ചെയർമാനാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത്. ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമായാൽ കൂടുതൽ കൃത്യതയോടെ രക്ഷാപ്രവർത്തകർക്ക് ലോറിയുള്ള ഭാഗം കണ്ടെത്താൻ സാധിക്കുമെന്നൊരു നിഗമനം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാക്കുമെന്ന് ISRO തന്നെ വ്യക്തമാക്കിയിരുന്നത്. ഇന്നലെ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് 2 തവണയാണ് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ 4 ഇടങ്ങളിലായി ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതിൽ കൂടുതൽ സിഗ്നൽ കിട്ടിയ ഭാഗത്താണ് ഇന്ന് രാവിലെ മുതൽ പരിശോധന നടത്തുന്നത്. ആ പ്രദേശത്താണ് മണ്ണ് മാറ്റിയുള്ള പരിശോധനകൾ ഇപ്പോഴും തുടരുന്നത്. തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അക്ഷയ് മോഹൻ ഷിരൂരിലെ തിരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് നിന്ന് ചേരുന്നു. അക്ഷയ്ക്ക് ഇപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ. കൃഷ്ണകുമാർ, ഇപ്പോൾ ലോറി കണ്ടെത്തിയതായുള്ള ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഇതിൽ പക്ഷേ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഇന്നലെയും സമാന രീതിയിലുള്ള ചില സൂചനകളൊക്കെ ലഭിച്ചിരുന്നു. ഇതിന്റെ ലോറി കണ്ടെത്തിയതടക്കമുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ആയിട്ടില്ല. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുക തന്നെ ചെയ്യും. ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കാതെ നമുക്ക് ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്താനുമാവില്ല. ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ ദുരന്ത സ്ഥലം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും. എത്രത്തോളം ഈ തെരച്ചിലിലെ പുരോഗതി എത്തിയിട്ടുണ്ടെന്ന് അടക്കം അദ്ദേഹം വിലയിരുത്തും. ഒപ്പം അദ്ദേഹത്തിന്റെ കൂടെ റവന്യൂ മന്ത്രി അടക്കമുള്ള വൻ സംഘവും അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഉണ്ടായ അപകടത്തിൽ അതിന്റെ ആദ്യ തുടക്കത്തിലുണ്ടായ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ പാളിച്ചകൾ പിന്നീട് കഴിഞ്ഞ ദിവസമൊക്കെ വലിയ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായ ശേഷമാണ് രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിലായത്. അതിന്റെ ഫലമായി ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ദുരന്ത സ്ഥലത്ത് എത്തിയിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട NDRF അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. അർജുന്റെ ബന്ധുക്കളടക്കം ഈ ദുരന്ത സ്ഥലത്ത് ഇപ്പോഴും തുടരുക. അക്ഷയ്, ഞാൻ അക്ഷയിലേക്ക് വരാം. സമീർ പി മുഹമ്മദ് കൂടി ചേരുന്നു. സമീർ, ഔദ്യോഗികമായ സ്ഥിരീകരണമില്ലാത്ത ചില സൂചനകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നേരത്തെ സമീറും റിപ്പോർട്ട് ചെയ്തു, ഇപ്പോൾ അക്ഷയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ.
കൃഷ്ണകുമാർ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും അപകട സ്ഥലത്ത് എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. ഇതിനു തൊട്ടു മുൻപാണ് ഈ വാഹനത്തിൻ്റെതെന്ന് സംശയിക്കുന്ന ചില ഭാഗങ്ങൾ കണ്ടെത്തി എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുമായിട്ടുള്ള കൂടിയാലോചനകൾ നടത്തുകയാണ്. അതോടൊപ്പം സംഭവ സ്ഥലം കണ്ട് കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യുകയാണ്. ഇതിനുശേഷം മാത്രമായിരിക്കും ഇനി വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ഉണ്ടാവുക. ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് അവസാന ഭാഗത്തു നിന്നുള്ള മണ്ണ് കൂടി നീക്കുന്ന ജോലികൾ അവിടെ പുരോഗമിക്കുന്നതിന് തൊട്ടു ഭാഗത്ത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഉദ്യോഗസ്ഥരുമായി കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. ആ അപകടം നടന്ന് ഇന്നേക്ക് 6 ദിവസം ആവുകയാണ്. അപ്പോൾ ആ സമയത്താണ് മുഖ്യമന്ത്രി ജില്ലയിലേക്ക് എത്തുന്നത്. ഉത്തര കന്നഡ ജില്ലയിൽ കഴിഞ്ഞ ആഴ്ചയുണ്ടായ മഴയിൽ കനത്ത വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. തീരദേശ കർണാടകയിൽ തന്നെ പല ഭാഗങ്ങളും വെള്ളത്തിന് അടിയിൽ ആണ്. ഈ ഒരു സമയത്താണ് ഇവിടെയും ഇതുപോലുള്ള വലിയ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും അർജുൻ അടക്കമുള്ളവരെ കാണാതാവുകയും ചെയ്തത്. 7 പേരുടെ മൃതദേഹങ്ങൾ ഇതിനകം കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് എല്ലാം ഈ ഗംഗാവതി പുഴ തൊട്ട് ഈ റോഡിനോട് ചേർന്ന് ഒഴുകുന്ന ഗംഗാവതി പുഴയിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നത്. തുടക്കത്തിൽ ഈ പുഴ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ് നടക്കുന്നത്. ഇപ്പോഴും പുഴയിൽ NDRFന്റെ സ്കൂബ അംഗങ്ങൾ തിരച്ചിൽ നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രി ഈ അപകട സ്ഥലത്ത് എത്തുന്ന സമയത്ത് അതിന് തൊട്ട് താഴെ സ്കൂബ അംഗങ്ങൾ തിരച്ചിൽ നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ മുതൽ വലിയ രീതിയിലുള്ള പുരോഗതി ഈ രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചു. അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിലൊക്കെ പങ്കെടുത്ത് വലിയ പരിചയമുള്ള രഞ്ജിത്ത് ഇസ്രയേലി രക്ഷാപ്രവർത്തനത്തിന്റെ മേൽനോട്ടം ഏറ്റെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ കൂടി ഉപദേശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മണ്ണ് നീക്കുന്ന ജോലികൾ രാവിലെ തന്നെ തുടങ്ങിയത്. കാർവാർ MLA സതീഷ് സേൽ രാവിലെ തന്നെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ഏകോപന ചുമതല ഏറ്റെടുത്ത് അപകട സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയും ചെയ്തു. തുടർന്നാണ് വലിയ രീതിയിൽ മണ്ണ് നീക്കുന്ന ജോലികൾ പുരോഗമിച്ചത്. അതിൽ വലിയ പുരോഗതി ഉണ്ടായത് അതിനെ തുടർന്ന് തന്നെയാണ്. ഇന്നലെ വൈകിട്ടാണ് 2ാം ഘട്ട റഡാർ പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് കൂടുതൽ സംശയകരമായിട്ടുള്ള ഒരു മേഖലയിൽ കണ്ടെത്തിയത്. അവിടം കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് രാവിലെ മുതൽ മണ്ണ് കിളച്ചു മാറ്റുന്ന ജോലികൾ ഉണ്ടായിരുന്നത്. അതിനോട് തൊട്ടു ചേർന്ന ഒരു ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ വാഹനത്തിൻ്റെതെന്ന് സംശയിക്കുന്ന ചില ഭാഗങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു സൂചന ഈ തിരച്ചിൽ നടത്തുന്ന ദൗത്യ സംഘാംഗങ്ങൾക്ക് ലഭിച്ചത്. തുടർന്ന് മുഴുവൻ മണ്ണുമാന്തി യന്ത്രങ്ങളും ആ ഭാഗത്തേക്ക് നീക്കി അവരുടെ ശ്രദ്ധ അങ്ങോട്ട് പതിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തന രീതിയാണ് ഇപ്പോൾ നടക്കുന്നത്. ദുരന്ത നിവാരണ സേനാംഗങ്ങൾ ഒക്കെ ഈ മണ്ണിൻ മുകളിലേക്ക് കയറി നിന്ന് പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രദേശത്ത് ഇപ്പോൾ മഴ പെയ്യുകയാണ്. ഉച്ചയ്ക്ക് മുതൽ വലിയ രീതിയിൽ ചാറ്റൽ മഴയും പെരുമഴയായിട്ടും ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ മേഖലയിലുണ്ട്. ഉച്ച മുതൽ വലിയ രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. സ്വാഭാവികമായും ഉതിർന്നു നിൽക്കുന്ന മണ്ണാണ് ഈ മേഖലയിൽ എല്ലാം തന്നെ ഉള്ളത്. ആ മണ്ണ് ഒന്നടങ്ക താഴേക്ക് പതിച്ചേക്കാം എന്നുള്ള ഒരു ആശങ്ക തുടക്കം മുതൽ തന്നെ ഈ രക്ഷാ ദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ പറയുന്ന കാര്യമാണ്. ഇവിടേക്ക് മാധ്യമങ്ങൾക്കടക്കം പ്രവേശനം നിഷേധിക്കാനുള്ള കാരണമായി ജില്ലാ ഭരണകൂടം ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം ചൂണ്ടിക്കാട്ടിയതും അത് തന്നെയാണ്. കനത്ത മഴയാണ് ഇപ്പോൾ ഈ മേഖലയിൽ ഇവിടെ പെയ്തു. അപകടമുണ്ടായ ഈ ചിരൂരിൽ ഇപ്പോൾ പെയ്തിരിക്കുന്നത്. വലിയ തോതിൽ മഴ പെയ്യുന്നു, കാറ്റടിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊന്നും അവഗണിക്കാതെയാണ് ഇപ്പോൾ 100-ൽ അധികം ആളുകൾ ഈ മണ്ണ് നീക്കുന്ന ജോലികളിൽ മുഴുകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കരസേനയുടെ പ്രത്യേക യൂണിറ്റ് ബലഗാവിയിൽ നിന്നുള്ള പ്രത്യേക യൂണിറ്റും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. 40 പേരും ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് അനുഭവ പരിചയമുള്ള 40-അംഗ സംഘമാണ് 4 വാഹനങ്ങളിലായി ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടാണ് അവർ എത്തിയിരിക്കുന്നത്. കൂടുതൽ ശക്തിയേറിയ ഒരു റഡാർ കൂടി അവരുടെ കൈവശം ഉണ്ട്. ഏറ്റവും കൃത്യമായ വിവരങ്ങൾ നൽകാൻ ആ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാറിന് കഴിയും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത. അതുകൂടി ഉപയോഗിച്ചുള്ള ഒരു പരിശോധന ആരംഭിച്ചാൽ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ ഇന്ന് രാവിലെ ഈ കാർവാർ ഈ മേഖല ഉൾപ്പെടുന്ന കാർവാർ നിയോജക മണ്ഡലത്തിലെ MLA ആയിട്ടുള്ള സതീഷ് കൃഷ്ണസേൽ നമ്മളോട് പറഞ്ഞത് പട്ടാളം എത്തുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഈ വാഹനത്തിനെ എക്സാക്റ്റായി ലൊക്കേറ്റ് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത് ഇസ്രയേലിയുടെ മുഴുവൻ അനുഭവ പരിചയം ഈ സമയത്ത് ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ ഭരണകൂടം ഒക്കെ മാറി നിന്ന് രഞ്ജിത്ത് ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ മോശം കാലാവസ്ഥ
തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെയൊക്കെ മറികടന്ന് അതിജീവിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് തത്സമയം ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ആ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ സിഗ്നലുകൾ ലഭിച്ച ആ സ്ഥലത്ത് അവർ മാർക്ക് ചെയ്തിരുന്ന ആ സ്ഥലത്തെ മണ്ണാണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായും ലോറി ഉണ്ട് എന്ന് സംശയിക്കുന്ന അല്ലെങ്കിൽ സിഗ്നലുകളുടെ അടിസ്ഥാനത്തിൽ സംശയമുണ്ടായ ആ സ്ഥലത്ത് നിന്ന് മണ്ണ് വളരെ പെട്ടെന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴ പെയ്യുന്നുണ്ട്, ചില സമയത്ത് ചാറ്റൽ മഴയാണ്, മറ്റ് ചിലപ്പോൾ മഴ ശക്തി ആർജിക്കുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ തൃണവൽഗണിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം, ആ യഥാർത്ഥ ജീവൻ രക്ഷാപ്രവർത്തനത്തിന്റെ ആ പൂർണ്ണമായ ഊർജ്ജസ്വലതയിലേക്ക് ഈ രക്ഷാപ്രവർത്തന നടപടികൾ ഇപ്പോൾ എത്തിയിരിക്കുന്നു. നേരത്തെ അർജുന്റെ ബന്ധു ജിതിൻ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയിരുന്നതും ഇത് തന്നെയാണ്. ഇന്നലെ വൈകിട്ട് മുതലാണ് ശരിക്കുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ചടുലതയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇത് കുറച്ചുകൂടി നേരത്തെയായിരുന്നെങ്കിൽ ഇതിനകം തന്നെ ഇതിന് ഒരു ഫലമുണ്ടാകുമായിരുന്നു എന്നും അദ്ദേഹം പറയുകയുണ്ടായി മനോരമ ന്യൂസിനോട് സംസാരിക്കവേ. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും എല്ലാ ശക്തിയോടും കൂടി നടക്കുന്നു. സൈന്യം ഇതിനകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ബലേഗാവിൽ നിന്നുള്ള 40 അംഗ സംഘമാണ് അവിടെ എത്തി ഈ രക്ഷാപ്രവർത്തനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ളവരും അപകടം നടന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്.